അസ്ട്രോയോഗി ആദ്യ ജ്യോതിഷ കൺസൾട്ടേഷൻ സൗജന്യം. ഇന്ന് ഡൗൺലോഡ് ചെയ്യുക. ഏരിസ് ഓവർവ്യൂ. നിങ്ങളുടെ ചുറ്റിനുമുള്ള ആളുകൾ ചിലപ്പോൾ നിങ്ങളുടെ പെരുമാറ്റത്തിൽ അതിശയപ്പെട്ടു പോകാം. കാരണം വളരെ നല്ല രീതിയിൽ സമാധാനപരമായി ഇടപെടുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാറ്റം വരും. നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു മാറ്റം കാണാൻ സാധിക്കും. പക്ഷേ അതിനെക്കുറിച്ച് സമയം വേണം. നിങ്ങൾ തീർച്ചപ്പെടുത്തുക ഇത് പുറമേയുള്ള മാറ്റമോ മറിച്ച് ഉള്ളിൽ നിന്നുള്ള മാറ്റമാണോ എന്ന്. ഏരിസ് റൊമാൻസ്. ഇന്ന് സമൂഹത്തിൽ നിങ്ങളാണ് ആകർഷണം. നിങ്ങളുടെ വശീകരണ ശക്തിക്ക് നന്ദി. എല്ലാ കണ്ണുകളും ഇന്ന് നിങ്ങളുടെ മേലാണെന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങളത് ആസ്വദിക്കുകയും ചെയ്യും. എന്നാൽ അത് തലയ്ക്ക് പിടിക്കരുത്. ആസ്വദിക്കുക അത്രമാത്രം. മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുവെന്ന സന്തോഷം നിങ്ങളെ കൂടുതൽ ആകർഷവാനാക്കും. നിങ്ങളുടെ വശീകരണ ശക്തി കൂടി കാണിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ സൗന്ദര്യം മാത്രമല്ല. ഏരിസ് കരിയർ. നിങ്ങളുടെ ഔദ്യോഗിക പുരോഗതിക്കായി ഇന്ന് നിങ്ങൾ ആരെങ്കിലുമായി കൂട്ടുകൂടണം. നിങ്ങളുടെ പങ്കാളിയുടെ തിരഞ്ഞെടുപ്പ് ശരിയെങ്കിൽ നിങ്ങളുടെ ഉൽപാദനക്ഷമതയും വ്യവഹാരവും വർദ്ധിക്കുന്നതായി കാണാം. ഒരുപക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കെങ്കിൽ ആകാവുന്നതിലും വളരെയധികം. നിങ്ങൾ ആരുമൊത്താണ് കൂട്ടുകെട്ടുന്നതെന്നും വ്യവസ്ഥകൾ എന്തൊക്കെയെന്നും വ്യക്തമായി ഉറപ്പുണ്ടാക്കുക. എന്നാൽ ഒരു പങ്കാളിയുമൊത്ത് മുന്നോട്ടു പോകുക. ഏരിസ് ഫൈനാൻസ്. വിനോദസഞ്ചാര മേഖലയിലുള്ളവർ ഇന്ന് അവരുടെ ചിലവ് വർദ്ധിക്കുന്നത് ശ്രദ്ധിക്കും. നിങ്ങളെ തേടിയെത്തുന്ന വ്യാപാരാവസരങ്ങൾ മുതലാക്കുന്നതിനെക്കുറിച്ച് അധികം മണിക്കൂറുകൾ ജോലി ചെയ്യുക. നിങ്ങളുടെ വ്യക്തിപരമായ പ്രയത്നങ്ങൾക്ക് നല്ല ഫലം കിട്ടും. കൂടാതെ നിങ്ങളെ കൂടുതൽ ശക്തനുമാക്കും. ചില കൗശലപരമായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുവാൻ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മുൻകാല പരിചയം ഉപയോഗമാകും. ഏരിസ് ഹെൽത്ത്. ഇപ്പം മടിയും മടുപ്പും തോന്നും. പുറത്ത് വെറുതെ ഇരുന്ന് സ്വല്പം കാറ്റുകൊള്ളുവാനുള്ള ആഗ്രഹമുണ്ടാകും. ശാരീരികമായി നിങ്ങൾക്ക് അസുഖങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും ബുദ്ധിമുട്ടുള്ള ജോലികൾ ചെയ്യുവാൻ ഇന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടാകില്ല. ഇന്ന് വിശ്രമിക്കുക. മാനസിക പിരിമുറുക്കം കുറയുന്നത് ആരോഗ്യത്തിന് ഗുണം ചെയ്യും. നന്നായി ഉറങ്ങുക. നാളത്തെ പ്രഭാതത്തെ ഉന്മേഷപൂർവ്വം സ്വീകരിക്കുക. ടോറസ് ഓവർവ്യൂ. സമപ്രായക്കാരുടെ അംഗീകാരം താങ്കൾക്ക് വളരെയധികം സന്തോഷമുളവാക്കുന്നു. ചുറ്റുമുള്ളവരുടെ പിന്തുണ നേടുന്നത് ഒരാളാണ്. താങ്കൾക്ക് ഇതൊരു പക്ഷേ അറിയില്ലായിരിക്കാം. എന്നാലും ഒരുപാട് പേർ താങ്കളെ ആരാധിക്കുകയും താങ്കളുടെ രീതി പിന്തുടരാൻ ആഗ്രഹിക്കുന്നതുമാണ്. ഈ പ്രതിച്ഛായയാണ് കളങ്കം വരുത്തുന്ന രീതിയിലുള്ള ഈ പ്രവൃത്തിയിലും ഉൾപ്പെടാതിരിക്കാനുള്ള ഉത്തരവാദിത്വം താങ്കളുടേതാണ്. ടോറസ് റൊമാൻസ്. കുറച്ചു കാലമായി പരസ്പര ബന്ധത്തിൽ നിങ്ങൾക്ക് സംശയവും ധാരണാപിശകും ഉള്ളതിനാൽ ഈ ബന്ധം ദീർഘകാലം നിലനിൽക്കുന്നതാണോ എന്ന് വിലയിരുത്തുവാനുള്ള താല്പര്യം ഇന്ന് നിങ്ങൾക്കുണ്ടാകും. നിത്യവും വാഗ്വാദങ്ങളില്ലാതെ കഴിഞ്ഞു പോകുക എന്നത് ഒരു ചെറിയ കാര്യം മാത്രമാണ്. അത് നിങ്ങളുടെ യഥാർത്ഥ ഇംഗിതം മുഴുവനാക്കുന്നില്ല. നിങ്ങളുടെ ഈ ബന്ധം നിങ്ങൾക്ക് സത്യമായും ഹൃദയത്തിൽ സന്തോഷം നൽകുന്നുവോ എന്നും നിങ്ങളുടെ ദീർഘകാല വ്യക്തിബന്ധം സ്വപ്നങ്ങൾക്കനുസരിച്ചാണോ എന്നുമുള്ളതിനനുസരിച്ച് തീരുമാനമെടുക്കുക. ടോറസ് കരിയർ. നിങ്ങൾ വിവര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇപ്പോൾ ജോലിഭാരം വളരെ കൂടുതലാണെന്ന് കാണാം. എന്നിരുന്നാലും ഇന്ന് ജോലിയിൽ വളരെയധികം കുതിപ്പുണ്ടാകുന്നതും ഒരു പ്രധാന പദ്ധതി അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നതും നിങ്ങൾക്ക് കാണാം. നിങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയ പദ്ധതിക്കനുസരിച്ച് തന്നെ പ്രവർത്തിക്കും. ഒരുപക്ഷെ ഇന്നലെ വരെ അത് സംശയത്തിലായിരുന്നുവെങ്കിലും. ടോറസ് ഫൈനാൻസ്. സാമ്പത്തിക രംഗത്തെ കഠിനമായ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ നില തെറ്റിക്കുന്നതായി നിങ്ങൾക്ക് തോന്നും. എങ്കിലും നിങ്ങൾ അവയെ നല്ല രീതിയിൽ നേരിടും. മേലുദ്യോഗസ്ഥരുമായി നല്ല ബന്ധത്തിലിരുന്ന് അതിന്റെ ഗുണം നേടുക. നിങ്ങൾ ജോലി ചെയ്യുന്ന വിധം വളരെ നല്ലതാണ്. എന്നാൽ പലപ്പോഴും നിങ്ങളുടെ പെരുമാറ്റം മറ്റുള്ളവർക്ക് അനിഷ്ടമാകും. ഇത് ജോലിസ്ഥലത്ത് സാമ്പത്തികമായുള്ള നിങ്ങളുടെ വളർച്ചയ്ക്ക് ബാധിക്കും. ശാന്തചിത്തനായിരിക്കുക. പ്രൊഫഷണലായിരിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഊഴം വരുമ്പോൾ ഒരു സ്ഥാനക്കയറ്റം നിങ്ങളെ തേടിയെത്തും. ടോറസ് ഹെൽത്ത്. നിങ്ങൾക്ക് ചുമയോ ജലദോഷമോ പിടികൂടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പൊടി നിറഞ്ഞ അന്തരീക്ഷങ്ങൾ ഒഴിവാക്കുക. ചെറുനാരങ്ങയും ഇലവർഗ്ഗങ്ങളും ഇന്ന് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കും. ഇന്ന് തലവേദനയ്ക്കും സാധ്യത കാണുന്നു. അതുകൊണ്ട് തന്നെ അമിതമായി ശബ്ദ കോലാഹലങ്ങൾ ഉള്ളിടത്തു നിന്നും ഒഴിഞ്ഞു നിൽക്കുക. സ്വയം നവവീര്യം കൈവരുത്തുക. ശരീരത്തിന് വേണ്ട ബലം കൈവരുത്തുക. നിങ്ങൾ എളുപ്പം സുഖം പ്രാപിക്കും. ജെമിനി ഓവർവ്യൂ. ഇന്ന് നിങ്ങൾക്ക് ജീവിതത്തെ ഓർത്ത് ചെറിയ തോതിൽ ഭയാശങ്കയുണ്ടായിരിക്കാം. എന്നാൽ അത് എന്തുകൊണ്ടാണെന്നറിയില്ല. ഇന്ന് ചിലപ്പോൾ ചെറിയ തോതിലുള്ള ആശങ്കയുണ്ടായേക്കാം. എന്നാൽ ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ മാറിപ്പോകുന്നതാണ്. നിങ്ങൾ കുറച്ചു സമയത്തേക്ക് സുരക്ഷിതനല്ലായിരിക്കും. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ സുരക്ഷിതവും സ്ഥിരതയും കൈവരിക്കും. ഈ ഭയം ചെറിയൊരു പ്രയാസമാണ്. അല്ലാത്ത പക്ഷം എല്ലാം സുഗമമാണ്. ജെമിനി
റൊമാൻസ്. ഇന്ന് നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും കൂടുതൽ അടുത്തറിയണമെന്ന ആഗ്രഹമുണ്ടാകും. പരസ്പരം നിങ്ങൾ ആത്മാവിനെ തിരയുകയാണെന്നും നിങ്ങളുടെ കണ്ടെത്തൽ നിങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുകയാണെന്നും തോന്നും. ഈ സമയം തുറന്നും സത്യസന്ധതയോടെയും പങ്കാളിയുമൊത്ത് വാർത്താവിനിമയം ചെയ്യുവാൻ ഉപയോഗിക്കുക. അത് നിങ്ങൾ ഇരുവരെയും കൂടുതൽ അടുപ്പിക്കുന്നതായി കാണാം. ഇത് വീട്ടിൽ കൂടുതൽ യോജിപ്പ് കൊണ്ടുവരുന്നതായും കാണാം. Gemini. കരിയർ. നിങ്ങൾ എഞ്ചിനീയറിംഗിന്റെ കോച്ചിംഗ് ക്ലാസ്സിൽ പോകുകയാണെങ്കിൽ അല്ല ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരീക്ഷയ്ക്ക് തയ്യാറാകുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ എടുക്കുന്ന തയ്യാറെടുപ്പുകൾ നിങ്ങൾക്ക് തൃപ്തി നൽകും. നിങ്ങൾ പരീക്ഷ നല്ലവണ്ണം എഴുതും. ഫലത്തിൽ നിങ്ങൾക്ക് സംതൃപ്തിയും ഉണ്ടാകും. ആവശ്യത്തിന് പഠിച്ചില്ലെന്ന് സ്വയം വിമർശിക്കുവാൻ അവസരമുണ്ടാകില്ല. Gemini. ഫൈനാൻസ്. ഈയിടെയായി നിങ്ങൾ നിങ്ങളുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് ഒട്ടും തമാശയല്ലാത്ത ഒരു തർക്കത്തിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. ഇത് നിയമപീഠങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നു. ഇന്ന് ഇതിന്റെ പുരോഗതിയിൽ കാര്യമായ മാറ്റങ്ങൾ നിങ്ങൾ കാണും. ഇതിന്റെ പരിസമാപ്തിയിലേക്കൊരു എടുത്തുചാട്ടം ഒരുപക്ഷെ താങ്കൾ ആഗ്രഹിച്ചിരുന്ന അത്ര വേഗത്തിലല്ലെങ്കിലും ഇന്നുണ്ടാകും. അത് നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമാകും. അതുകൊണ്ട് തന്നെ ഈ നിമിഷം ഈ പ്രശ്നത്തിന് ഒരു നിവൃത്തി ഉണ്ടാക്കുവാനായി ഉപയോഗിക്കുക. Gemini. ഹെൽത്ത്. ഗ്രഹനില അനുകൂലമല്ലാത്തതിനാൽ മുമ്പുണ്ടായിരുന്നില്ലെങ്കിലും ഇന്ന് സന്ധികളിൽ വേദനയ്ക്ക് സാധ്യതയുണ്ട്. കാര്യമാക്കേണ്ട. ആയാസങ്ങൾ കുറയ്ക്കുവാനായി എന്തെങ്കിലും ലളിതമായ വ്യായാമങ്ങൾ ചെയ്യുക. നിങ്ങൾ ഉടൻ പഴയപടിയാകും. Cancer. ഓവർവ്യൂ. ഒരിക്കലും നിങ്ങളുടെ കൂട്ടുകാരുമായി തർക്കിക്കരുത്. ഏറ്റവും എളുപ്പവഴി സമാധാനത്തോടെ മനസ്സിനെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. നിങ്ങൾ കുഴപ്പം പിടിച്ച പ്രശ്നത്തിൽ ഏർപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ശാന്തനാവുക. ഏതെങ്കിലും തർക്കം നിങ്ങളിൽ ഹാനികരമായ പ്രശ്നങ്ങൾ മനസ്സിനെ കോട്ടം വരുത്തുന്നുവെങ്കിൽ പൂർണ്ണമായും ആ രീതിയിലുള്ള കലഹം ഒഴിവാക്കണം. Cancer. റൊമാൻസ്. പങ്കാളികൾക്ക് അവരുടെ ബന്ധത്തിൽ വളരെയധികം ശാന്തതയും സ്ഥിരതയും അനുഭവപ്പെടുകയും ബന്ധത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സന്തോഷമുണ്ടാകുകയും ചെയ്യും. ഈ ദിവസങ്ങൾ എന്നേക്കും നിലനിൽക്കണമെന്നുള്ളതുകൊണ്ട് അവ ആസ്വദിക്കുക. ഇന്നത്തെ സായാഹ്നത്തിൽ നിങ്ങളുടെ പങ്കാളിയുമായി അനുരാഗപൂർണമായ ഒന്നായിരിക്കും. ഇരുവരും ഒന്നിച്ച് പാർക്കിലേക്കോ നടക്കാനിറങ്ങുക, അല്ലെങ്കിൽ ഒന്നിച്ചുള്ള നിമിഷങ്ങൾക്കായി അത്താഴം പുറത്തുനിന്നാക്കുക. Cancer. കരിയർ. നിങ്ങൾ ഒരു കരകൗശല വസ്തു കലാകാരനോ നിർമ്മാതാവോ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായ ദിവസമാവുമിന്ന്. ഇന്ന് നിങ്ങളുടെ സർഗശക്തിയുടെ നീർ ഒഴുകുന്നതിനൊപ്പം അന്ധമായ ഗതിവേഗത്തിൽ ടൺ കണക്കിന് നവീന ആശയങ്ങൾ ആവിഷ്കരിക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ഒരു സംഘടനയ്ക്കുള്ളിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ പദ്ധതിയിൽ നിങ്ങളുടെ സംഭാവനകൾ നിങ്ങളുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കുകയും അതിന് ബോണസോടുകൂടിയ സാമ്പത്തിക പ്രതിഫലമോ അല്ലെങ്കിൽ ഉദ്യോഗത്തിൽ ഉയർച്ചയോ നൽകും. Cancer. ഫൈനാൻസ്. നിങ്ങളുടെ സാമ്പത്തിക രംഗത്തെ പ്രശ്നങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഒരു സാമ്പത്തിക കാര്യ വിദഗ്ധന്റെ അല്ലെങ്കിൽ ഉപദേഷ്ടാവിന്റെ സഹായം ഇന്ന് നിങ്ങൾ തേടും. നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കുന്നുവെന്നത് വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം. എന്നിരുന്നാലും ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഉപദേശം മിക്കവാറും ശരിയായ ദിശയിലായിരിക്കും. നിങ്ങളെയും നിങ്ങളുടെ സാമ്പത്തിക രംഗത്തെയും ശരിയായ പാതയിലേക്ക് കൊണ്ടുവരിക. Cancer. ഹെൽത്ത്. ഇന്ന് കുറച്ച് മുൻകോപം തോന്നും. അകാരണമായി തന്നെ ആത്മപരിശോധന മറ്റുള്ളവർക്ക് ഉപദ്രവമാകാതെ ദേഷ്യം നിയന്ത്രിക്കുവാനും മാനസിക പിരിമുറുക്കം മെല്ലെ കുറയ്ക്കുവാനും സഹായിക്കും. നിങ്ങളിലെ അശുഭചിന്തകളെ നിയന്ത്രിക്കുന്നതും നിങ്ങൾക്ക് മാനസിക പിരിമുറുക്കം തോന്നുന്നുവെങ്കിൽ അത് തുറന്നു സമ്മതിക്കുക. ഇത് നിങ്ങൾക്ക് ഒരു ജീവൻ നൽകും. മറ്റുള്ളവരും നിങ്ങളുടെ ഈ മാറിയ മുടിനെ പ്രകീർത്തിക്കും. Leo. ഓവർവ്യൂ. ഇന്ന് നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ സ്ഥിരോത്സാഹം നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ പ്രയാസങ്ങളും തടസ്സങ്ങളും തുടച്ചു നീക്കുന്നതിന് ഇതൊരു മാന്ത്രിക ശക്തിയായിരിക്കും. ഈ പ്രവണത നിങ്ങൾക്ക് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളെയും നേരിടുന്നതിനുള്ള ധൈര്യവും സ്വസ്ഥതയും തരും. Leo. റൊമാൻസ്. നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്ക് അനുയോജ്യമോ അല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുവാൻ സാധ്യതയുണ്ട്. അനുയോജ്യമല്ലെങ്കിൽ ഈ ബന്ധം ദീർഘകാലത്തേക്കായി ഊട്ടിയുറപ്പിക്കുവാനും നിങ്ങൾ തയ്യാറാകും. ഈ വികാരങ്ങളുമായി ഇന്ന് മുന്നോട്ടു പോകാം. കാരണം ഇന്ന് ബന്ധങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കുവാനും ബന്ധങ്ങളെ പുതിയ തലത്തിലേക്ക് എത്തിക്കുവാനുമുള്ള പ്രവർത്തനങ്ങൾക്കും യോജിച്ച ദിനമാണ്. Leo. കരിയർ. ജോലിസ്ഥലത്ത് ഇന്ന് വളരെ ഏകാഗ്രമായും ആത്മാർത്ഥമായും പ്രവർത്തിക്കേണ്ടതുണ്ട്. ഏകാഗ്രമല്ലാതെ ചെയ്യുന്ന പ്രവൃത്തികൾക്കിന്ന് ഉദ്ദേശിച്ച ഫലം ലഭിക്കില്ല. നിങ്ങളുടെ ചിന്തയിൽ ഏതിനാണോ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് അത് തിരഞ്ഞെടുക്കുകയും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം. അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കുവാനാവുകയുള്ളൂ, ലക്ഷ്യം കൈവരിക്കുവാനും. Leo. ഫൈനാൻസ്. നിങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനുമായി ഒരു വീട് വാങ്ങിക്കുന്നത് പരിഗണിക്കുന്നുവെങ്കിൽ ഉത്തമമായ സ്ഥലത്ത് എത്തുവാനുള്ള ദിനമാണിന്ന്.
കഴിയാവുന്നത്ര ഇടങ്ങൾ ഇന്ന് ഇതിനായി സന്ദർശിക്കുക. അത് നിങ്ങൾക്ക് മനസ്സിനിണങ്ങിയ തരത്തിലുള്ള ഒരു സ്ഥലം കണ്ടെത്തുവാൻ സഹായിക്കും. അതിനുശേഷം ആ വീടിന്റെ ചാവി കൈവശം വരുവാൻ വേണ്ട പദ്ധതികളുമായി മുന്നോട്ടു പോകുക. ലിയോ, ഹെൽത്ത്. ചർമ്മസംബന്ധിയായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാമെന്ന് കാണുന്നു. ശരീരം നല്ലവണ്ണം മറയ്ക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ച് പുറത്തു പോകുക. സൂര്യപ്രകാശം നേരിട്ട് പതിക്കാതിരിക്കാനുള്ള സംരക്ഷണങ്ങൾ ഉപയോഗിക്കുക. വെയിൽ കൊണ്ട് കരുവാളിക്കുന്നതിനെ കുറച്ചു കാണരുത്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നിങ്ങൾ സംരക്ഷണങ്ങൾ ഉപയോഗിക്കുക. വെർഗോ, ഓവർവ്യൂ. ഇന്നു മുതൽ നീ കരുതലോടെ ഇരിക്കുക. ആരോ ഒരാൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. അവർ നിന്നിൽ വലിയ മാറ്റങ്ങൾ തന്നെ വരുത്തും. നിന്റെ ജീവിതത്തിൽ നിന്റെ ജോലിയിൽ ആരെങ്കിലും വേദനിപ്പിച്ചാൽ ഈ സുഹൃത്ത് നിനക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരും. പൂർണ്ണ മനസ്സോടെ ആ സുഹൃത്ത് തരുന്ന ഉപദേശങ്ങൾ കൈക്കൊള്ളുകയും, എന്തെന്നാൽ അത് അവരുടെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിന്നാണ്. വെർഗോ, റൊമാൻസ്. ഇന്ന് നിങ്ങൾ നോക്കുന്നിടത്തൊക്കെ അനുരാഗം കാണും. അത് നിങ്ങൾ ഒറ്റയ്ക്കുള്ള വ്യക്തിയായതുകൊണ്ട് പങ്കാളിയോട് കൂടിയുള്ളതാകട്ടെ. നിങ്ങളുടെ കയ്യിലുള്ള അധിക സമയം നിങ്ങൾക്ക് ഇന്ന് കൂടുതൽ ക്രിയാത്മകമാകുവാനും അങ്ങനെ നിങ്ങളുടെ വികാരങ്ങൾ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് തീരുമാനിക്കുവാനുമുള്ള അവസരം തരും. നിങ്ങൾക്കൊരു പങ്കാളിയുണ്ടെങ്കിൽ നിങ്ങളുടെ പങ്കാളിയെ അനുരാഗപൂർണമായ ഒരു പ്രവൃത്തി കൊണ്ട് ആശ്ചര്യപ്പെടുത്തുവാൻ നോക്കുക. അവർ അത് ശ്രദ്ധിക്കും, നിങ്ങളെ അനുമോദിക്കുകയും ചെയ്യും. വെർഗോ, കരിയർ. ഡിസൈനിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കിന്ന് വളരെ നല്ല ദിവസമായിരിക്കും. വിദേശത്തു നിന്നും ചില നല്ല കരാറുകൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കാണുന്നു. നിങ്ങളിൽ ചിലർക്ക് പുതിയ ജോലിക്കുള്ള അവസരങ്ങളും ഉണ്ടായേക്കാം. എന്നിരുന്നാലും നിങ്ങളാൽ നിങ്ങളുടെ മേഖല തന്നെ മാറുന്നത് ശ്രദ്ധിച്ചു വേണം. അതിനായി ശരിയായ അവസരത്തിനായി കാത്തിരിക്കുക. നിങ്ങൾ ഇന്ന് പുതിയ ബന്ധങ്ങൾ വളർത്തും. അത് നിങ്ങളുടെ ഔദ്യോഗിക ഭാവിക്ക് ഗുണകരമാവും. വെർഗോ, ഫൈനാൻസ്. വ്യാപാരത്തിൽ ഉന്നതിക്കുള്ള സാധ്യത വളരെ ശോഭനമാണ്. ഇന്ന് പണം നിക്ഷേപിക്കുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ദീർഘകാലത്തിൽ നിങ്ങൾക്ക് മെച്ചമുണ്ടാക്കാവുന്ന മേഖലകൾ കണ്ടെത്തണം. സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ വസ്തുവ്യാപാരത്തിലുള്ള ശരിയായ നിക്ഷേപം ദീർഘകാലത്തിൽ നിങ്ങൾക്ക് മെച്ചമുണ്ടാക്കും. പുതിയ മാർക്കറ്റുകളും നിങ്ങൾക്ക് കണ്ടെത്തി നിങ്ങളുടെ വ്യാപാരം വിപുലപ്പെടുത്താം. പദ്ധതികൾ വളരെ ശ്രദ്ധാപൂർവം പ്ലാൻ ചെയ്യുക. എന്നാൽ ഇന്ന് തുടക്കം കുറിക്കുക. ദീർഘകാലത്തിൽ അത് നിങ്ങൾക്ക് മെച്ചം തരും. വെർഗോ, ഹെൽത്ത്. ഇന്ന് നിങ്ങൾക്ക് സ്വാസ്ഥ്യം തോന്നുന്നു. നിങ്ങളിലെ ഊർജം അതിന്റെ ഉത്തുംഗത്തിലാണ്. അടുത്തിടെയുണ്ടായ ചില അനാരോഗ്യങ്ങൾ കരുതി വന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ട്. നല്ല ആരോഗ്യത്തിന്റെയും ഉന്മേഷത്തിന്റെയും ഈ സമയം കുറച്ച് വ്യായാമത്തിനായി ഉപയോഗിക്കുക. അതുപോലെ തന്നെ എപ്പോഴും പോഷക സംയുക്തമായ ആഹാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ലിബ്ര, ഓവർവ്യൂ. ഒരു പുതിയ വ്യാപാരം അല്ലെങ്കിൽ പുതിയ പദ്ധതി തുടങ്ങുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായി ഇന്ന് ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ല കാര്യം അതിനെക്കുറിച്ച് മറ്റുള്ളവരുമായി സംസാരിക്കുക എന്നതാണ്. നിങ്ങളുടെ ഈ കൂട്ടുകെട്ട് നിങ്ങളുടെ പദ്ധതിക്ക് ഒരു തുടക്കം കുറിക്കുവാൻ സാധിക്കും. ലിബ്ര, റൊമാൻസ്. ബന്ധങ്ങൾക്കായി വാർത്താവിനിമയം കൂടുതൽ സമ്പുഷ്ടമാക്കുവാനുള്ള ദിനമാണ്. നിങ്ങളും നിങ്ങളുടെ പങ്കാളിയുമായുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൂടെ കൂടെ ഉടലെടുക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്നും നിങ്ങളെ നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും തുറന്നു പറയാത്തതുകൊണ്ടാകാം. നിങ്ങളുടെ വികാരങ്ങൾ കൂടുതൽ വ്യക്തമാക്കാമെങ്കിൽ പല പ്രശ്നങ്ങളും ഒഴിവാക്കാം. തുറന്ന് സംസാരിക്കുന്നതിന് ശേഷം ബന്ധങ്ങൾ കൂടുതൽ സുദൃഢമാകും. അങ്ങനെ ചെയ്തതിൽ നിങ്ങൾ ആഹ്ലാദിക്കുകയും ചെയ്യും. ലിബ്ര, കരിയർ. നിങ്ങളുടെ വിജയം സമന്മാർക്കിടയിലുള്ള അസൂയയും സ്പർദ്ധയുമുണ്ടാക്കുന്നു. ഈ ഒരു നിഷേധാത്മകത നിങ്ങളെ തരം താഴ്ത്താൻ അനുവദിക്കരുത്. എന്തെന്നാൽ നിങ്ങളുടെ പ്രവർത്തികൾ പൂർത്തിയാക്കുന്നതിൽ നിങ്ങൾ വളരെയേറെ അഭിമാനം കൊള്ളാം എന്നതാണ് സത്യം. നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്ന ഏതെങ്കിലും അസൂയ ഉണ്ടെങ്കിൽ അവയെ കളയുകയും സ്വയം നന്നായി ചിന്തിക്കുകയും ചെയ്യുക. ലിബ്ര, ഫൈനാൻസ്. ഒഴിവാക്കാനാകാത്ത നികുതികളാണ് ഇന്ന് നിങ്ങളുടെ മനസ്സ് നിറയെ. അനാവശ്യ പിരിമുറുക്കം വേണ്ട. കാരണം ഈ ചിലവ് നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ ആകില്ല. എന്നിരുന്നാലും നിങ്ങൾ കൃത്യമായ തുകയാണ് നികുതിയായി അടയ്ക്കുന്നതെന്ന് ഒന്ന് നികുതികാരി വിദഗ്ധന്റെ ഉപദേശത്തിൽ ഉറപ്പിക്കുക. അത് നിങ്ങളുടെ മനസ്സിനും ലാഘവത്വം വരുത്തും. ലിബ്ര, ഹെൽത്ത്. സ്ഥിരമായി നല്ല വ്യായാമം എന്ന നിങ്ങളുടെ ജീവിതക്രമം നിങ്ങൾക്കിപ്പോൾ ആരോഗ്യകാര്യത്തിൽ ഗുണം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിനും ശരീരത്തിനും വ്യത്യസ്തത തോന്നും. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ യൗവന മനസ്ഥിതിയെ ഊട്ടി വളർത്തുവാനും പ്രായമാകുന്നതിനെ തടയുവാനും സഹായിക്കും. നിത്യേനയുള്ള വ്യായാമം തുടരുക. ഇത് രക്തചംക്രമണം വർദ്ധിപ്പിക്കും, നല്ല ആരോഗ്യം നൽകും, രോഗപ്രതിരോധ ശേഷിയും നൽകും. സ്കോർപിയോ, ഓവർവ്യൂ. പൊതുവെ സന്തോഷവാനും തൃപ്തനുമായിരിക്കും.
നിങ്ങളുടെ ദിവസം മുഴുവൻ നേട്ടങ്ങളുടെ ദിവസമായിരിക്കും. നിങ്ങളും കഠിനാധ്വാനത്തിനും സ്ഥിരോത്സാഹവും ക്ഷമയും എല്ലാം പരിഗണിച്ച് ഇത് നിങ്ങളുടെ ആഘോഷത്തിനുള്ള സമയമാണ്. എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങളുടെ സുഹൃത്തുക്കളെ വിളിച്ച് സന്തോഷിക്കുക. സ്കോർപിയോ, റൊമാൻസ്. നിങ്ങളുടെ പങ്കാളിയുടെ വികാരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നതുകൊണ്ട് ഇന്നത്തെ ദിനം വിജയമായിരിക്കും. അങ്ങനെ സ്നേഹത്തിനെ നിങ്ങളുടെ ബന്ധത്തിന്റെ നട്ടെല്ലാക്കി വളർത്തുവാനുള്ള നിങ്ങളുടെ പ്രയത്നവും സാഫല്യമാകും. എന്നിരുന്നാലും ഈ ശുഭാവസ്ഥ നിലനിർത്തുവാനും വിജയിപ്പിക്കുവാനും ഇരുകൂട്ടരുടെയും സംയുക്ത പ്രവർത്തനങ്ങൾ വേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ട പിന്തുണ നൽകുവാനും എന്ത് ചർച്ചകളാണെങ്കിലും തുറന്ന മനസ്സോടെ ചെയ്യുവാനും മറക്കരുത്. സ്കോർപിയോ, കരിയർ. നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ വിദേശത്ത് നിന്നുള്ള സദ്വാർത്തകൾ നിങ്ങളുടെ വഴിക്ക് വരും. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് നല്ല പുരോഗതിയാണെന്നുള്ള സൂചന കാണാം. നിങ്ങൾ ഒരു ബിരുദധാരിയാണെങ്കിൽ വിദേശത്തെ ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് ഇന്നൊരു തൊഴിൽ വാഗ്ദാനം ലഭ്യമാവും. ഇത് നിങ്ങൾക്ക് ഒരു സുവർണാവസരം ആവുമെന്നുള്ള കാര്യം ഗൗരവമായി പരിഗണിക്കുക. സ്കോർപിയോ, ഫൈനാൻസ്. ഇന്ന് കുറച്ച് കൃത്യതയാർന്ന സാമ്പത്തിക രൂപ തയ്യാറാക്കൽ നിങ്ങൾക്കിന്ന് ഉപകാരപ്പെടും. ബജറ്റ് മെച്ചപ്പെടുത്തുന്നതിനും അതിനൊരു അടുക്കും ചിട്ടയും വരുത്തുന്നതും നിങ്ങളുടെ സാമ്പത്തിക രംഗം ക്രമീകരിക്കുന്നതിന് സഹായിക്കും. അതിന്റെ ഗുണം നിങ്ങൾക്ക് ഉടൻ ലഭിക്കും. അതുമൂലം നിങ്ങളുടെ ബാങ്ക് ബാലൻസും വർദ്ധിക്കും. സ്കോർപിയോ, ഹെൽത്ത്. ദുസ്വപ്നങ്ങൾ ഈയിടെയായി നിങ്ങളെ അലട്ടുന്നു. അതുകൊണ്ട് തന്നെ ഈ ദുസ്വപ്നങ്ങളെ വരുതിയിൽ നിർത്തുവാനായി മാനസിക പിരിമുറുക്കം കുറയ്ക്കുക. പകൽ സമയത്തെ പിരിമുറുക്കത്തിന്റെ ഫലമാണ് ഈ രാത്രിയിലെ ദുസ്വപ്നങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ പിരിമുറുക്കം കുറയ്ക്കാമെങ്കിൽ രാത്രിയിൽ നന്നായി ഉറങ്ങാം. സജിറ്റേറിയസ്, ഓവർവ്യൂ. നിങ്ങൾ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു വന്നിരിക്കാം. എന്തുകൊണ്ടെന്നാൽ എന്തിനാണ് വീട്ടിൽ കലഹമുണ്ടാകുന്നത്? നിങ്ങളുടെ ദേഷ്യവും മാനസിക നിലയും നിയന്ത്രിക്കണം. നിങ്ങൾ ശരിയായ രീതിയിൽ എടുക്കുകയും സഹിക്കുകയും ചെയ്താൽ അതിശയിപ്പിക്കുന്ന മാറ്റം നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാം. നിങ്ങൾ ഒന്നും മനസ്സിലാക്കൂ, ആരും പൂർണ്ണരല്ല. അതുകൊണ്ട് ചുറ്റുമുള്ളവരോടും സ്നേഹത്തോടെയും സമാധാനത്തോടെയും പെരുമാറിയാൽ അവർ തിരിച്ചും നല്ല രീതിയിൽ പെരുമാറും. സജിറ്റേറിയസ്, റൊമാൻസ്. ഇന്ന് വീട്ടുകാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും അകന്ന് നിങ്ങളുടെ സ്നേഹഭാജനത്തിനോടൊപ്പം ചില നിമിഷങ്ങൾ ചിലവഴിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കും. നിങ്ങൾ ജോലി തിരക്കിലാണെങ്കിൽ ഫോണിലൂടെ കുറച്ചു മധുരമൂറുന്ന വാക്കുകളാകാം. അതിനായി സമയം കണ്ടെത്തുക. ഈ ഓർമ്മകൾ എന്നെന്നും നിലനിൽക്കും. സജിറ്റേറിയസ്, കരിയർ. ഒരു പുതിയ ഉദ്യോഗം ഇന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. എന്നാൽ അത് പ്രാവർത്തികമാക്കുവാനുള്ള ദിനമല്ലിന്ന്. കുറച്ചു ദിവസങ്ങൾ കൂടി കാത്തിരിക്കുക. ചുറ്റിലും ചികഞ്ഞു നോക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ തീരുമാനമെടുക്കും മുൻപേ എല്ലാ അവസരങ്ങളെക്കുറിച്ചും അവയുടെ വരുംവരായികളെക്കുറിച്ചും വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. സജിറ്റേറിയസ്, ഫൈനാൻസ്. നിങ്ങൾ ഇന്ന് പണം ചിലവാക്കുന്നത് ആവശ്യങ്ങൾക്കാണ്. അതെത്ര വലിയ ആവശ്യങ്ങളായിരുന്നാലും നിങ്ങൾ ഇന്ന് ചിലവാക്കും. പണം ചിലവാക്കുന്നതുകൊണ്ട് ഇന്ന് ഒരു കുഴപ്പവുമില്ല. എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ എന്തെങ്കിലും നേടുവാനോ പണം ചിലവാക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഒന്നോർക്കുക, നിങ്ങളുടെ സാമ്പത്തിക രംഗം എത്ര ഭദ്രമാകട്ടെ, ഒരു അധിക ചിലവ് ചിലപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഭംഗം വരുത്തിയേക്കാം. സജിറ്റേറിയസ്, ഹെൽത്ത്. അമിതമായ ആയാസം, ഉത്കണ്ഠ അല്ലെങ്കിൽ ക്ഷീണം എന്നിവയിൽ നിങ്ങൾക്ക് തലവേദന ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ധ്യാനം, ശ്വാസോച്ഛ്വാസ വ്യായാമങ്ങൾ എന്നിവയിൽ ഇവയെ കുറയ്ക്കുവാൻ ശ്രമിക്കുക. ഇവ തലവേദനയുടെ ഇടവേളകളും തീവ്രതയും കുറയ്ക്കും. മാനസിക പിരിമുറുക്കവും. കാപ്രിക്കോൺ, ഓവർവ്യൂ. ഇന്ന് ഒരു അപ്രതീക്ഷിത കൂടിച്ചേരൽ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. ഇത് നല്ല ആശ്ചര്യമുള്ള കാര്യമായിരിക്കും. ഈ കൂടിച്ചേരൽ മുഖാന്തരം ഉണ്ടാകുന്ന സന്തോഷം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ്. പഴയ കൂട്ടുകാരൻ സ്നേഹമുള്ള കൂട്ടുകാരാണ്. അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വരുന്നത് നിങ്ങൾ എത്രത്തോളം സ്വാഗതം ചെയ്യുന്നു എന്ന് ഈ ആളിനോട് പങ്കുവയ്ക്കുക. ഈ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. കാപ്രിക്കോൺ, റൊമാൻസ്. നിങ്ങളുടെ സ്വപ്നത്തിൽ ആ വ്യക്തി എവിടെ ഒളിച്ചിരിക്കുന്നുവെന്ന് അത്ഭുതപ്പെടുകയായിരുന്നു നിങ്ങൾ എങ്കിൽ നിങ്ങൾ സ്നേഹം തിരയുന്നത് ശരിയായ സ്ഥലങ്ങളിൽ തന്നെയെന്ന് ഉറപ്പുവരുത്തുക. ഇന്ന് കണ്ണു തുറന്നു വയ്ക്കുക. കാരണം നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഒരു സംഘടനയിലാണെങ്കിൽ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പൊതുസ്ഥാപനത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു ആശ്ചര്യം ലഭിച്ചേക്കാം. കാപ്രിക്കോൺ, കരിയർ. നിങ്ങളുമായി അടുപ്പമുള്ള ഒരാളുമായി നിങ്ങൾ എതിരിടാനുള്ള സാധ്യത ഉണ്ടാകും. ആത്മസംയമനവും സമചിത്തതയും പാലിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ മാനസിക നില നഷ്ടപ്പെടുകയാണെങ്കിൽ ശാന്തനായിരിക്കാൻ ശ്രമിക്കുക. അത് എന്തെങ്കിലും നേടാൻ സഹായിക്കും. കഴിയുമെങ്കിൽ ഇത് മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കുകയോ ഈ സാഹചര്യം എത്രയും പെട്ടെന്ന് ഒഴിവാക്കാനോ ശ്രമിക്കുക. കാപ്രിക്കോൺ, ഫൈനാൻസ്. ഹോട്ടൽ മാനേജ്മെന്റ് മേഖലയിലുള്ളവർക്ക് ഇന്ന് സാമ്പത്തിക അവസരങ്ങൾ ലഭിക്കും.
നിങ്ങൾക്ക് ഔദ്യോഗിക രംഗത്ത് അനേകം അവസരങ്ങളും സാമ്പത്തിക ലാഭവും പ്രതീക്ഷിക്കാം. നിരന്തരമായി പ്രവൃത്തി ചെയ്യുകയും നല്ല ഭാഗ്യവും നല്ല ഫലങ്ങൾക്കായി ആവശ്യമാണ്. സ്വന്തം കാലിൽ നിൽക്കുകയാണ് സാമ്പത്തിക വിജയത്തിന്റെ അടിസ്ഥാനം. മറ്റുള്ളവരെ ആശ്രയിക്കാതെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ എങ്ങനെ നേടാമെന്ന് പുതുമയാർന്ന ആശയങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ കഠിനാധ്വാനം ഫലം നൽകും. Capricorn, health. ആരോഗ്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അമിതമായ ഉത്കണ്ഠ ശരിക്കുള്ള അസുഖത്തേക്കാൾ അപകടകാരിയാണ്. ഉത്കണ്ഠ കുറയ്ക്കുക. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും. ഇന്ന് കുറച്ച് യോഗാഭ്യാസം ചെയ്യുക, അല്ലെങ്കിൽ നടക്കുവാനോ ഓടുവാനോ പോകുക. അത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ മെച്ചം ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ചിന്താഗതി മൂലം വരുത്തുന്ന അസുഖങ്ങളെക്കുറിച്ച് ജാഗരൂകരാകുക. Aquarius, overview. ഇന്നത്തെ ദിനത്തിൽ നിങ്ങളുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും ചെറിയ അപായ സൂചനയുണ്ട്. തട്ടി വീഴുക, മറിഞ്ഞു വീഴുക തുടങ്ങിയ ചെറിയ അപായങ്ങൾ വഴി തലയ്ക്ക് സംഭവിക്കാവുന്ന മുറിവുകളും ഇതിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ആപത്തുകൾ ഒഴിവാക്കുവാനായി നിങ്ങൾ ശ്രദ്ധിക്കണം. Aquarius, romance. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ അനുരാഗത്തെക്കുറിച്ച് വിളിച്ചുകൂവും. ജീവിക്കുന്നത് എന്തൊരു സന്തോഷകരമായ അവസ്ഥയാണെന്ന് നിങ്ങൾക്ക് തോന്നും. അനുരാഗം എന്നത് നിങ്ങളുടെ തലയ്ക്ക് പിടിച്ചിരിക്കുന്നു. ഇതിലും നല്ലൊരു അവസ്ഥയില്ല എന്ന ചിന്തയിലാണ് നിങ്ങളിപ്പോൾ. വളരെ ദിവസങ്ങളായി നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നുവോ അത് നിങ്ങൾക്ക് പറയുവാനാകുന്നു. മനസ്സിലുള്ളത് പറയുവാനാകുന്നത് വളരെ വലിയ സുഖം നൽകുന്നു. Aquarius, career. വിദേശത്തുള്ള ഒരു തൊഴിലോ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമോ നിങ്ങളുടെ മനസ്സിൽ ഇന്ന് കുടിയേറും. നല്ല കാരണങ്ങൾ കൊണ്ട് ഇത് തിരഞ്ഞെടുക്കുന്നതിന് പരിഗണിക്കുക. വിദേശത്തുള്ള സാധ്യതകൾ ഇന്ന് തിരഞ്ഞെടുക്കുന്നതിനാൽ ഇത് ദീർഘനാളത്തേക്ക് നിങ്ങൾക്ക് സന്തോഷം കൈവരുത്തും. നിങ്ങൾ നേരത്തെ തന്നെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് വിദേശത്ത് നിന്ന് ചില സദ്വാർത്തകൾ ലഭിച്ചേക്കും. വളരെ നല്ല ജോലി. Aquarius, ഫൈനാൻസ്. ഇന്ന് നിങ്ങൾക്ക് തന്നെ സമ്മാനിക്കുവാനായി ബാങ്കിൽ നിന്നും കുറച്ച് പണമെടുത്ത് എന്തെങ്കിലും വാങ്ങുക. അത് വളരെ വിലപിടിപ്പുള്ളതാകണമെന്നില്ല. എന്നാലും നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതയാൽ മടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അതിനൊരു വിശ്രമമാകട്ടെ. നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ ബജറ്റിന്റെ പാതയിലേക്ക് തിരിച്ചു വരാം. Aquarius, health. ആഹാര കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. നമ്മുടെ മാനസികാവസ്ഥ, നമ്മളിലെ ഊർജം, മറ്റു പ്രവർത്തനങ്ങൾ എന്നിവ നമ്മൾ എന്ത് കഴിക്കുന്നു എന്നതനുസരിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ ശരിയായ ഇന്ധനം ശരീരത്തിന് നൽകണം. കൂടാതെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളിൽ തകരാറൊന്നുമില്ലാത്തവർ പൊതുവെ അല്ലലില്ലാത്തവരും ഉത്സാഹഭരിതരുമായിരിക്കും. നിങ്ങളുടെ ശരീരത്തിനാവശ്യമായ ആരോഗ്യകരമായ ഭക്ഷണം നൽകിയും നിങ്ങളുടെ മനസ്സിനാവശ്യമായ നല്ല ചിന്തകൾ നൽകിയും നിങ്ങളുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും സന്തുലിതാവസ്ഥ നിലനിർത്തുക. Pisces, overview. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുമായി കൂടുതൽ അടുക്കുകയും ജീവിതത്തിൽ അവരുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും ചെയ്യുക. സൗഹൃദ ബന്ധങ്ങളും ക്ഷമാപണങ്ങളും ചെയ്താൽ ജീവിതത്തിൽ അതിശയിപ്പിക്കുന്ന വ്യത്യാസം കാണാൻ സാധിക്കും. Pisces, romance. ഇന്ന് നിങ്ങളെ നല്ലവണ്ണം മനസ്സിലാക്കുന്ന ഒരാളെ അന്വേഷിക്കും. നിങ്ങളുടെ വൈകാരികാവസ്ഥ കൈകാര്യം ചെയ്യാവുന്ന നിങ്ങളുടെ അമിത വികാരങ്ങൾക്കെതിരായി ശബ്ദമുയർത്താത്ത ഒരാളെ നിങ്ങൾ അന്വേഷിക്കും. നിങ്ങൾ ആരാണോ അല്ലെങ്കിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ അംഗീകരിക്കുന്ന ഒരാളെ തിരയുക. അല്ലാതെ നിങ്ങൾ മാറ്റിയെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാളെയല്ല. അങ്ങനെയെങ്കിൽ അത് ചെയ്തതിൽ പിന്നീട് നിങ്ങൾ സന്തോഷിക്കും. Pisces, career. നിങ്ങൾ ഒരു ജോലിക്കായി ശ്രമിച്ചുകൊണ്ടിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളെ തേടി വരുന്ന അവസരം സ്വീകരിക്കുക. ഇതൊരു പക്ഷേ നിങ്ങളുടെ സ്വപ്നത്തിലുണ്ടായിരുന്ന തരം ജോലിയായിരിക്കില്ല. എന്നിരുന്നാലും ഒരു വരുമാന മാർഗമാണ്. കൂടാതെ പ്രവൃത്തി പരിചയത്തിന് ഒരു ഉപാധിയും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോലിക്കായി വീട്ടിൽ വെറുതെ ഇരിക്കുന്നതിലും നല്ലതാണിത്. Pisces, finance. ഈയിടെയായി നിങ്ങൾക്ക് അനുഭവപ്പെട്ട ചില നഷ്ടങ്ങൾക്ക് ബദലായി പ്രതീക്ഷിക്കാത്ത ചില സാമ്പത്തിക ലാഭങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ ലാഭം എത്രയും വർദ്ധിപ്പിക്കാനാകുമോ എന്ന് ശ്രമിക്കുക. അതിൽ നിന്നുള്ള പണം ചിലവാക്കാതിരിക്കുക. ഉയർന്ന വരുമാനത്തിന്റെ ഈ ദിനങ്ങൾ ഇങ്ങനെ തന്നെ തുടരുമോ എന്ന് ഉറപ്പു പറയുവാനാകില്ല. അതുകൊണ്ട് തന്നെ ചിലവിന്റെ കാര്യത്തിൽ കുറച്ച് യാഥാസ്ഥിതികത്വമാകാം. Pisces, health. ചെറിയതെങ്കിലും വല്ലാതെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ ഇന്നും നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ദഹന സംബന്ധിയായ പ്രശ്നങ്ങളെക്കുറിച്ച് ബോധമുണ്ടാകുക. വായിലോട്ട് എന്തിടുന്നുവെന്നതിനെക്കുറിച്ചും കഴിക്കുന്നതെന്തും വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ പാകം ചെയ്തതാണെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയെങ്കിൽ പിന്നീട് വയറിന് അസുഖം വരാതെ സൂക്ഷിക്കാം. ദഹനക്കേട് വരികയാണെങ്കിൽ അതുമൂലം നിങ്ങളുടെ മാനസിക പിരിമുറുക്കവും വർദ്ധിക്കുന്നത് നിങ്ങൾ അറിയും.